RJD സ്റ്റേറ്റ് സെക്രട്ടറി ജനറൽ ശ്രീ ഡോക്ടർ വർഗീസ് ജോർജ് കൂടി ചേരുകയാണ്. ഡോക്ടർ വർഗീസ് ജോർജ്, എങ്ങനെയാണ് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കിക്കാണുന്നത്? നിതീഷ് പലതവണ മറുകണ്ഠം ചാടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ ബന്ധുക്കളോ ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നിങ്ങൾ നേരിടാൻ പോകുന്നത്? എങ്ങനെയാണ് താങ്കൾ അതിനെ മനസ്സിലാക്കുന്നത്? കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ നിതീഷിന്റെ ഒരു രീതി അനുസരിച്ച് നിതീഷ് ഒരു മുന്നണി മാറാൻ തീരുമാനിച്ചാൽ അത് ചടുതിയിൽ സംഭവിക്കും. ഞാൻ നിതീഷിന്റെ കൂടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് എനിക്ക് നിതീഷിന്റെ പ്രവർത്തന രീതി അറിയാം. നിതീഷ് ഒരു മുന്നണിയിൽ നിന്ന് മാറാൻ തീരുമാനിച്ചാൽ ചടുതിയിൽ തീരുമാനിക്കും. പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് തന്നെ പിന്താങ്ങുന്ന പാർട്ടിയുടെയും തന്റെ പാർട്ടിയുടെയും സംയുക്ത യോഗം വിളിച്ച് നേരെ രാജ്ഭവനിൽ പോയി ഗവർണറെ കാണുകയാണ് പതിവ്. പക്ഷെ കഴിഞ്ഞ 3 ദിവസമായി നിതീഷിന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യ മുന്നണി വിടുന്നതായിട്ടോ NDA ചേരുന്നതായിട്ടോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നോ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നോ ഒരു പ്രസ്താവന ഇത് വന്നിട്ടില്ല. അതേസമയം തന്നെ ഇപ്പോൾ നമ്മുടെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതുപോലെ ഇതിനെ ചുറ്റിപ്പറ്റി BJPയുമായിട്ട് ചർച്ചകൾ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നുന്നത് നിതീഷിന്റെ ചാട്ടം പിഴച്ചുവോ എന്നാണ്. JDUവിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. JDUവിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ലല്ലൻ സിംഗ്, അദ്ദേഹം ഒരു BJP വിരുദ്ധനാണ്. അദ്ദേഹം ഒരു ഉറച്ച സോഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെ അനുയായികൾ ഏതാണ്ട് 11-12 പേരുണ്ട്. അവർ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. നാളെ രാവിലെ JDU MLA-മാരുടെ യോഗം വിളിക്കുമ്പോൾ അവര് സന്നിഹിതരാകുമോ, പിന്തുണ കൊടുത്ത് കത്ത് കൊടുക്കുമോ, അതോ വിശ്വാസ പ്രമേയത്തിന്റെ വേളയിൽ അവർ വിട്ടു നിൽക്കുമോ എന്ന ഒരു സംശയമുണ്ട്. അതുകൊണ്ട് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ അത്രയും സമാനമായ 11 പേരെ ഇദ്ദേഹം BJP മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ച് പറയുന്നത് അത് നടക്കുകയില്ല, കോൺഗ്രസിന്റെ MLA-മാരെല്ലാം RJD ഗവൺമെന്റിന് പിന്നിൽ നിൽക്കുമെന്നാണ്. അതുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം നിതീഷിന്റെ ഇത്തവണത്തെ ചാട്ടം പിഴച്ചുവോ എന്നാണ്. കാരണം നിതീഷിന് തന്നെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. നിതീഷ് BJP മുന്നണിയിൽ നിന്ന് RJD മുന്നണിയിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 122 സീറ്റിലാണ് നിതീഷിന്റെ പാർട്ടി JDU മത്സരിച്ചത്. ആ 122 സീറ്റിലും BJP റിബൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്കാരെ മത്സരിപ്പിച്ചു. അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് നിയമസഭാംഗങ്ങളാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കിട്ടിയത്, 45 MLA. അതുകൊണ്ട് നിതീഷിനെ സംബന്ധിച്ചോളം BJPയുടെ ലക്ഷ്യം നിതീഷിനെ കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ബീഹാറിൽ ഒരു ജൂനിയർ പാർട്ടിയായിരുന്നു BJP. ആ BJPക്ക് ഡോമിനന്റ് പാർട്ടിയായിട്ട് വരണമെങ്കിൽ സോഷ്യലിസ്റ്റുകളെ കട്ട് ഡൗൺ ചെയ്യണം. അതിനവർ നിതീഷിനെ ഉന്നം വെച്ചിരിക്കുകയാണ്. ഈ ട്രാപ്പ് നിതീഷ് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദൗർഭാഗ്യകരമായ ഒരു തിരിച്ചടിയായിരിക്കും അദ്ദേഹത്തിന് വരാൻ പോകും. കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ഉൾപ്പെടെ നൽകിയത് അവർ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ തരത്തിലുള്ള ആശയവിനിമയം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ക്യാമ്പ് സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമാക്കി മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. MLA-മാരുടെ യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർക്കുന്ന സാഹചര്യം. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നതാണ് താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നത് പോലെയുള്ള ഒരു അക്കോമഡേഷൻ ഇന്ത്യ മുന്നണിയിൽ ലഭിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അനുരഞ്ജനത്തിന് ഇനിയും സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? 2 ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. നിതീഷ് എപ്പോഴൊക്കെ ഒരു രാഷ്ട്രീയമായ മാറ്റത്തിന് തയ്യാറെടുക്കുന്നുവോ അപ്പോഴൊക്കെ അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും. ഇത് വളരെ മുൻകൂട്ടി തന്നെ ആസൂത്രണം ചെയ്തിരുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിതീഷിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ലല്ലൻ സിംഗ് ആയിരുന്നു. ആ ലല്ലൻ സിംഗിനെ നിതീഷ് മാറ്റി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. നേരത്തെ 5 വർഷം മുമ്പ് നിതീഷിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ശരദ് യാദവ് ആയിരുന്നു. അന്ന് പെട്ടെന്ന് പാറ്റ്നയിലെ കൃഷ്ണ മന്ദിറിൽ ഒരു നാഷണൽ കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടി. ഞങ്ങൾ കേരളത്തിൽ നിന്ന് 2 പേര് പങ്കെടുത്തിരുന്നു. സാധാരണ നാഷണൽ കൗൺസിൽ യോഗത്തിന് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ആ യോഗത്തിൽ വെച്ച് നിതീഷ് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ്, ശരദ് യാദവിനെ മാറ്റിയത്. ഒരാഴ്ച കഴിഞ്ഞ് നിതീഷ് BJP മുന്നണിയിലേക്കും NDA മുന്നണിയിലേക്കും മാറുകയുണ്ടായി. അതുപോലെ സമാനമായി കഴിഞ്ഞ മാസം
ലല്ലൻ സിംഗിനെ മാറ്റി അദ്ദേഹം അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ അത് ശരിയായി. മാത്രമല്ല കർപ്പൂരി താക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ BJPയും ജനസംഘം സംഘപരിവാർ എതിർത്തതാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്ത ആശയങ്ങൾ ഏറ്റവും തീക്ഷ്ണമായി എതിർത്തവരാണത്. പക്ഷെ കർപ്പൂരി താക്കൂറിന്റെ ജന്മശതാബ്ദി വേളയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ തലേന്ന് കർപ്പൂരി താക്കൂറിന് പാരദർശിത പ്രഖ്യാപിച്ചതും നിതീഷും BJPയും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ ചോദ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അവധാനതയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗം ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. ആ ഓൺലൈൻ മീറ്റിംഗിൽ വെച്ച് നിതീഷ് കുമാറിനെ കൺവീനർ ആക്കണം എന്നുള്ള നിർദ്ദേശം വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഇടയ്ക്ക് കയറി പറഞ്ഞു മമതയും അരവിന്ദ് കെജ്രിവാളും ഈ യോഗത്തിനില്ല, അതുകൊണ്ട് അവരുമായിട്ട് ആലോചിക്കണം എന്ന് പറഞ്ഞു. അത് നിതീഷ് കുമാറിന്റെ കനത്ത പ്രഹരമായിരുന്നു. സത്യത്തിൽ ഒരു വ്യക്തി പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് നിതീഷ് കുമാർ തന്നെയായിരുന്നു. ആദ്യം പാറ്റ്നയിൽ, പിന്നീട് ബാംഗ്ലൂരിൽ, പിന്നീട് ഡൽഹിയിൽ 4 തവണ ഓൺലൈനിലും ചേർന്നപ്പോൾ നിതീഷ് ആഗ്രഹിച്ചിരുന്നു ഇതിന്റെ ഒരു കോർഡിനേറ്റർ ആകണമെന്ന്. വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ചിഹ്നിച്ചു വരെ കിടന്ന പ്രതിപക്ഷ പാർട്ടികളെ അവരുടെ സംസ്ഥാനങ്ങളിൽ പോയി കണ്ട് യോജിപ്പിച്ച് ഇങ്ങനെ ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുത്ത നിതീഷ് കുമാറിന് അർഹമായ ഒരു പരിഗണന കോൺഗ്രസ് കൊടുത്തില്ല എന്നുള്ളതും യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ പറയേണ്ടതാണ്. തീർച്ചയായും